വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. യേശുവിന്റെ കുരിശിനരികെ നിൽക്കുന്ന അവിടുത്തെ അമ്മ, യേശുവിന്റെ കുരിശിനരികെ നിൽക്കുന്ന താൻ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യൻ യോഹന്നാൻ, പരസ്പരം നോക്കിക്കൊണ്ട് മറിയത്തോടും യോഹന്നാനോടുമായി ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി വചനത്തിലൂടെ തിരിച്ചറിയുന്നു. അവിടുന്ന് താൻ സ്നേഹിച്ച ശിഷ്യനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ. കുരിശിൽ കിടക്കുന്ന കരുണ ഇതാ മാനവകുലത്തിന് തന്റെ അമ്മയെ നൽകി പറയുന്നു, ഇതാ നിന്റെ അമ്മ. എന്റെ മകനെ, മകളെ, നിന്റെ ജീവിതത്തിലേക്ക് ഇതാ ഞാൻ നൽകുന്ന ദിവ്യ സമ്മാനം ഈ അമ്മ. ഫിലിപ്പി 4:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന് തന്റെ പൊന്നോമന മക്കൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവം ആഗ്രഹിക്കും തന്റെ മക്കൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ. പക്ഷേ ഈ കാലഘട്ടം എത്രയോ ശൂന്യതയിൽ തപ്പിത്തടയുക. ഒരു ഹൃദയത്തിലും സന്തോഷമില്ല, ഒരു ഹൃദയത്തിലും സമാധാനമില്ല, ഒരു ഹൃദയത്തിലും ഒരു ദൈവിക ആനന്ദമില്ലാത്ത അവസ്ഥ. ഒത്തിരിയേറെ കൺവെൻഷനുകളുണ്ട്, ധ്യാനങ്ങളുണ്ട്, കൗൺസിലിങ്ങുകളുണ്ട്, ആരാധനകളുണ്ട്, ആത്മീയ പ്രസിദ്ധീകരണങ്ങളുണ്ട്, ആത്മീയ ചാനലുകളിലൂടെ വചനം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോഴും എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരു വലിയ ശൂന്യത ഇന്ന് ലോകം മുഴുവൻ കൊണ്ടാടുകയാണ്. നിരാശ കൊണ്ട് മനുഷ്യ ഹൃദയം വരണ്ടു പോകുന്നു. ആകുലത, ഉത്കണ്ഠ എല്ലാം നിറഞ്ഞിരിക്കുന്നു. ഒരിടത്തും സമാധാനമില്ലാത്ത അവസ്ഥ. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും പ്രിയമുള്ളവരെ, ഇന്നുള്ളതും നമ്മുടെ പഴയ കാലങ്ങളിലുള്ളതുമായ ആ രീതികളെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഇന്ന് ഒരു വ്യക്തിക്ക് ആത്മീയമായി വളരുവാൻ അനുകൂലമായ അവസ്ഥകളുണ്ട്. ആത്മീയമായി വളരുവാന് എത്രയോ അനുകൂലമായ അവസ്ഥ എന്നുള്ളത്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാനും പഠിച്ചു കഴിഞ്ഞു. വചനം വ്യക്തിപരമായും ധ്യാനിക്കാനും മനനം ചെയ്യുവാനും അവർ പ്രാപ്തി നേടിക്കഴിഞ്ഞു. എന്നിട്ടും എന്തേ ദൈവവചനത്തിന് മുൻപില് വിശ്വാസമില്ലാതെ നമ്മളൊക്കെ വീണ്ടും ഭയന്നു പോകുന്നു. ദൈവം അരുളി ചെയ്യുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവം എന്ന് പറയുമ്പോഴും ഇത്രമാത്രം അതിനൊക്കെ കേൾക്കുമ്പോഴും എന്തേ നമ്മളിപ്പോഴും ഭയന്നിരിക്കുന്നു? എപ്പോഴും നമ്മൾ നിരാശയിൽ അമരുന്നു. എന്തേ നമ്മൾ തളർന്നു പോകുന്നു? എന്നാൽ പഴയ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ 10-12 മക്കളുണ്ട്, അല്ലേ? 10-12 മക്കളുള്ള നമ്മുടെ പഴയ കുടുംബത്തിന്റെ അവസ്ഥകള്. അപ്പനും അമ്മയും വല്യപ്പച്ചനും വല്യമ്മച്ചയും. അന്നത്തെ ആത്മീയ വഴിത്താരയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സന്ധിയാകുമ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചയും അപ്പനും അമ്മയും മക്കളും എല്ലാം മുട്ടുകുത്തും. ഈശോയുടെ മാതാവിന്റെ മുൻപിൽ തിരികൾ തെളിച്ച് അവർ കരങ്ങളിൽ ജപമാല എടുക്കാൻ തുടങ്ങും. ജപമാല എടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. എല്ലാ സന്ധിക്കും വല്യപ്പച്ചനും വല്യമ്മച്ചയും അപ്പനും അമ്മയും മക്കളും മുട്ടുകുത്തി ആശ്രയിച്ചത് ഇതാ പരിശുദ്ധ അമ്മ വഴി ദൈവത്തെങ്കിലേക്ക് അവർ തങ്ങളുടെ ജീവിതങ്ങൾ ചേർത്ത് വെച്ചു. 10-12 മക്കളുള്ളപ്പോഴും അന്ന് പ്രിയമുള്ളവരെ ഉള്ളതൊക്കെ വെച്ച് വിളമ്പി കുടിച്ച് മുന്നേറിയപ്പോൾ അന്ന് കുടുംബങ്ങളിൽ സമാധാനമുണ്ടായിരുന്നു. ഇന്ന് എത്രയുണ്ട് മക്കൾ? 2 മക്കള്. ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനമുള്ള അവസ്ഥയാണോ? കാരണം എന്താ? പണ്ട് ജപമാല പ്രാർത്ഥനകളിലൂടെ ആ കുടുംബത്തെ സമാധാനത്തിന്റെ രാജ്ഞിയായ അമ്മയുടെ മാധ്യസ്ഥം തേടി, സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിന്റെ നിറവായി അമ്മ ഉണ്ടാകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഒരു കുഞ്ഞെങ്ങാനും ഒന്ന് ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നിൽ നിന്നും അടിവീഴും, അല്ലേ? അടിവീഴും. കാരണം അത്രമാത്രം അവർ ആശ്രയിച്ചു. എല്ലാ പ്രഭാതത്തിലും അപ്പനും അമ്മയും നടന്നു അടുത്തുള്ള ദേവാലയത്തിലേക്ക്. ദിവ്യ സക്രാരിയിൽ നിന്ന് ചൂടും ചൂലും ഉൾപ്പറ്റിക്കൊണ്ട് തിരിച്ചു വന്നു. പറമ്പിൽ അധ്വാനിച്ചു, വിയർപ്പൊഴുക്കി അവർ വളർന്നു. നീതിയുടെയും സത്യത്തിന്റെയും നിറവായ സാക്ഷ്യങ്ങളായി അന്നത്തെ മക്കൾ മുന്നേറിയപ്പോൾ ഇന്നത്തെ പോലെ ആത്മീയ ഉന്നതിക്കുള്ള സാധ്യതകൾ ഇല്ലായിരുന്നു പ്രിയമുള്ളവരെ.
അന്നുണ്ടായിരുന്നത് ഈ പഴയ വണക്കമാസവും സകലവിഷ്ണുവിന്റെ ഉത്തിരിയായും അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വിശുദ്ധമായ ദൈവവിളികൾ ഉണ്ടായില്ലേ? അന്നത്തെ കുഞ്ഞുമക്കൾ വളർന്നു വന്നപ്പോൾ പരസ്പരം സ്നേഹം ഉണ്ടായിരുന്നില്ലേ? ചേട്ടനും അനിയനും തമ്മില് സാരമില്ലടാ, നമുക്ക് കുഴപ്പമില്ല, ഉള്ളത് പങ്കിട്ട് എടുക്കാം എന്ന് പറയുന്ന വലിയ സൗഹാർദ്ദം ഇല്ലായിരുന്നു. ഇന്ന് കോടതി കയറി ഇറങ്ങുന്നു. അശാന്തിയുടെയും അസമാധാനത്തിന്റെയും സാക്ഷ്യങ്ങളായി ചേട്ടനഞ്ചന്മാരും സഹോദരങ്ങളും തമ്മിൽ തല്ലുന്നു. ദിനപത്ര താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ? കൊള്ളയും കൊലപാതകവും വഞ്ചനയും കപടതയും കൊണ്ട് ലോകം ഇതാ തളർന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? പ്രിയമുള്ളവരെ, നമ്മൾ ഒരിടത്തേക്കും തിരിഞ്ഞു നോക്കേണ്ടതില്ല. ആ പഴയ സംസ്കാരത്തിലും തിരിച്ചു വന്നാൽ മതി. ഓരോ കുടുംബത്തിലും ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ സ്ഥാപിച്ചു. അന്ന് മുട്ടുകുത്തി കൊന്ത കൈപിടിച്ച ജീവിതങ്ങളൊന്നും പരാജയപ്പെട്ടില്ല. ഹല്ലേലൂയ! തിരിച്ചറിയുക. യഥാർത്ഥ സന്തോഷം നമുക്ക് വേണോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:44 എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എലിസബത്ത് പറയുന്നു, മറിയത്തിനെ കണ്ടോണ്ട് പറയുക, നിന്റെ അഭിവാദന സ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ഹല്ലേലൂയ! ഓർക്കുക, ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ ആ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുന്ന സന്തോഷത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഓർക്കുക പ്രിയമുള്ളവരെ, ഈശോ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ അമ്മയുണ്ട്. ഇതൊരു ദിവ്യ രഹസ്യമാണ്. കരുണയുടെ മാതാവാണ് പരിശുദ്ധ അമ്മ. യഥാർത്ഥ കാരുണ്യം ഈശോയാണ്. ആ ഈശോയുടെ മാതാവ് പരിശുദ്ധ മറിയം. ഈശോ എവിടെയുണ്ടോ അവിടെ അമ്മയുണ്ട്. യഥാർത്ഥ ദൈവിക കരുണ നമുക്ക് സ്വായത്തമാക്കി തരുന്നവൾ പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാമോ? നിന്റെയും എന്റെയും ഹൃദയം സന്തോഷം കൊണ്ട് ഉജ്ജ്വലിക്കും. ഏതു സഹനത്തിലും, ഏതു ദുഃഖത്തിലും, ഏതു ദുരിതത്തിലും, ഏതു വേദനയിലും, ഏത് ആകുലതയിലും, ഏത് ഉത്കണ്ഠയിലും പരിശുദ്ധ മറിയത്തിന്റെ കുഞ്ഞാണോ നീയും ഞാനും, എങ്കിൽ നമ്മുടെ മുഖം വാടുകയില്ല. പ്രിയമുള്ളവരെ, എന്ത് തളർച്ച ഉണ്ടായിക്കൊള്ളട്ടെ, എന്ത് ഇടർച്ച ഉണ്ടായിക്കൊള്ളട്ടെ, എന്ത് തകർച്ച ഉണ്ടായിക്കൊള്ളട്ടെ, പരിശുദ്ധ അമ്മ കുരിശിന്റെ ചുവട്ടിൽ തീരെ വനിതയായി നിന്ന പരിശുദ്ധ മാതാവാണ് ഒരു കുഞ്ഞിനെ കൈപിടിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് തളർച്ചയുണ്ടാവില്ല. ഹല്ലേലൂയ! വരദമൂർത്തി ഹല്ലേലൂയ! അതെ, ഈ പരിശുദ്ധ അമ്മ സന്തോഷത്തിന്റെ കാരണമാണ്. ഒരു കുഞ്ഞിന്റെ സന്തോഷം അന്യമാകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, പരിശുദ്ധ മാതാവിൽ നിന്നും അകലെയാണ് ആ കുഞ്ഞ്. പരിശുദ്ധ മറിയത്തിൽ നിന്നും അകലെയാണ് കുഞ്ഞ്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്, പരിശുദ്ധ മറിയത്തെ കൂടാതെ നിനക്ക് ദൈവ കരുണ സ്വായത്തമാക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പരിശുദ്ധ അമ്മ വഴിയാണ് ഈ ദിവ്യ സ്നേഹ കാരുണ്യമെല്ലാം ഈശോ പകർന്നു തരിക. ഞാൻ ഓർക്കുകയാണ്, ഇന്നും ഈ വേദിയിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു രംഗമുണ്ട്. എന്റെ പഴയ കാലം, എന്റെ കുഞ്ഞനാളില് എന്റെ കൊച്ചു വീടിനുള്ളില് ഞാൻ കാണുന്ന ഒരു ചിത്രം. അത് ഈശോയുടെ തിരുഹൃദയ രൂപത്തിന്റെയും പരിശുദ്ധ അമ്മ നിത്യസഹായ മാതാവിന്റെ രൂപമാണ്. അതിനു മുൻപിൽ എല്ലാ സന്ധ്യയ്ക്കും തിരിതെളിച്ച് ജപമാല ചൊല്ലുന്ന ഒരു അമ്മച്ചിയെ ഞാൻ ഓർക്കുന്നു. ഇന്നും അമ്മച്ചിയുണ്ട്. മക്കളെ, ഞങ്ങൾ 5 മക്കൾ, 5 മക്കളെയും അടുത്തുകൂട്ടി അമ്മച്ചി പറയും, മക്കളെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം നമുക്ക്, നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കാം നമുക്ക്. എന്നിട്ട് എന്റെ കയ്യിലും ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കൊന്ത തരും, ജപമാല തരും. എന്നിട്ട് അമ്മച്ചി ഭക്തിയോടെ പ്രാർത്ഥിക്കും, അമ്മേ മാതാവേ, നിത്യസഹായ മാതാവേ, ഈശോയിൽ നിന്നും അനന്തമായ കരുണയും സ്നേഹവും വാങ്ങി ഞങ്ങളെ കാത്തുകൊള്ളണമേ.